നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴ സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം ഇന്നു നടന്നു. മൂവാറ്റുപുഴ മാർക്കറ്റിന് പുറകിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന പരിപാടിയിൽ ഓഫീസ് ഉദ്ഘാടനവും കിടപ്പിലായവരെ വീടുകളിൽ സന്ദർശിച്ചു ചികിത്സ നടത്തുന്നതിനുള്ള ഹോം കെയർ വാഹനത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫും മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി എൽദോസ് നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം. വീട്ടിൽ ഭക്ഷണം മക്കൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PVM അബ്ദുൽ സലാം നിർവഹിച്ചു. സമ്മേളനത്തിൽ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ, പ്രശസ്ത പത്രപ്രവർത്തകൻ KM അബ്ദുൽ മജീദ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. സെന്ററിനു വേണ്ടി വിവിധ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്ത അഡ്വക്കേറ്റ് ബാബു മുടക്കാലിൽ, അഷ്റഫ് കരിമ്പനക്കൽ, റാഫി ഐരാറ്റിൽ എന്നിവരെ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, PVM അബ്ദുൽ സലാം എന്നിവർ ആദരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, അഷ്റഫ് എവറസ്റ്റ്, നീന ജോബ്, ബീന വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ആൽഫ മൂവാറ്റുപുഴ സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യത്തിന്റെ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ സ്വാഗതവും ട്രഷറർ VP വിനയകുമാർ നന്ദിയും പറഞ്ഞു. മൂവാറ്റുപുഴ താലൂക്കിലെ 28 വാർഡുകളിലും സമീപ പഞ്ചായത്തുകളിലുമുള്ള കിടപ്പിലായവർക്ക് ഹോം കെയറും ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പി സേവനവും സൗജന്യമായി സെന്റർ ലഭ്യമാക്കും. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററും ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജവും സംയുക്തമായി സന്നദ്ധ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. മെയ് 13 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് OK ഹോസ്പിറ്റലിന് സമീപമുള്ള കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു വിഷയാവതരണം നടത്തുമെന്ന് കൊടുങ്ങല്ലൂർ സെന്റർ ഭാരവാഹികളായ പ്രസിഡന്റ് KA ഖദീജാബി, സെക്രട്ടറി EV രമേശൻ, ട്രഷറർ CS തിലകൻ എന്നിവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.